നമസ്കാരം. വിസ്ഡം മൈറ്റ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഐ ആം സുനിത, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മലയാളം, HSS ഡിപ്പാർട്ട്മെന്റ്. ഒരു നല്ല പ്രസംഗം എഴുതി തയ്യാറാക്കി കഴിഞ്ഞാൽ അത് ഒരു കണ്ണാടിക്ക് മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞ് പരിശീലിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വോയിസ് റെക്കോർഡ് ചെയ്ത് കേട്ടുകൊണ്ടും തെറ്റുകൾ തിരുത്താവുന്നതാണ്. പ്രസംഗത്തിൽ ശബ്ദവിന്യാസം അല്ലെങ്കിൽ വോയിസ് മോഡുലേഷന് വലിയ സ്ഥാനമുണ്ട്. ചില കാര്യങ്ങൾ പറയുമ്പോൾ ശബ്ദം കൂട്ടി പറയുകയും വേറെ ചില കാര്യങ്ങൾ പറയുമ്പോൾ ശബ്ദം കുറച്ചു പറയുകയും ചെയ്യുന്നതിനാണ് വോയിസ് മോഡുലേഷൻ എന്ന് പറയുന്നത്. ചില ആളുകൾ സംസാരിക്കുന്നത് ഓരോ ടോണിലായിരിക്കും, അതായത് ഒരു മോണോടോണിൽ ആയിരിക്കും. അത് കേൾക്കുന്നവരിൽ വല്ലാത്ത മടുപ്പ് ഉണ്ടാക്കും. നിങ്ങളുടെ സംസാരത്തിൽ അല്ലെങ്കിൽ പ്രസംഗത്തിൽ ഒരു മാസ്മരികത സൃഷ്ടിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വോയിസ് മോഡുലേഷന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സദസ്സിന്റെ ശ്രദ്ധ ആകർഷിക്കുവാൻ ഇത് വളരെയധികം സഹായിക്കും. നിങ്ങളുടെ സംസാരം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ ശരീരഭാഷ. ഒരു പ്രതിമ പോലെ നിന്ന് സംസാരിക്കുന്നതിന് പകരം കൈയും മുഖവും കണ്ണും ഒക്കെ ചലിപ്പിച്ചുകൊണ്ട് സംസാരിക്കണം. നിങ്ങൾ നിൽക്കുന്ന രീതിയും നിങ്ങളുടെ മുഖത്തിലൂടെ മാറി മറയുന്ന ഭാവങ്ങളും നിങ്ങളുടെ വസ്ത്രധാരണ രീതിയും ഇതൊക്കെ ഒരു പ്രസംഗത്തിൽ പ്രാധാന്യമർഹിക്കുന്നവ തന്നെയാണ്. ഒരിക്കലും മറ്റൊരാളെ മാതൃകയാക്കിക്കൊണ്ട് നിങ്ങൾ സംസാരിക്കരുത്. അവരുടെ ആ ഒരു എനർജി ലെവൽ അത് നിങ്ങളിൽ കൊണ്ടുവരാം. ആ ഒരു എനർജി ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് സംസാരിക്കാം. ഒരിക്കലും ആ ഒരാളെ മുഴുവനായും അനുകരിക്കുന്നത് നല്ലതല്ല. ഏതൊരു വ്യക്തിക്കും ഒരു ശബ്ദവും അവരുടേതായ ഒരു സംസാര രീതിയും ഒക്കെ ഉണ്ടാവും. അത് ആദ്യം സ്വയം തിരിച്ചറിയണം, അത് ആദ്യം സ്വയം അംഗീകരിക്കണം. എപ്പോഴും മറ്റൊരാളുടെ ശബ്ദത്തെ നമ്മൾ താരതമ്യം ചെയ്യും, പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മളെ കണ്ട് നമ്മളെ പോലെ സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരും ഉണ്ടാകും. പ്രസംഗം ഒരിക്കലും എഴുതി വെച്ച് പറയാൻ പാടില്ല. അതിന്റെ പോയിന്റുകൾ മാത്രം എഴുതി വെച്ച് പറയുക എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും അത് ബൈഹാർട്ട് ചെയ്ത് സംസാരിക്കരുത്. കാരണം പഠിച്ചത് ഒരു വാക്ക് വിട്ടുപോയാൽ പിന്നെ എല്ലാം മറന്നുപോകും. പറയുന്ന വിഷയത്തിൽ നിന്നും നമ്മൾ ഒരിക്കലും മാറിപ്പോകരുത്. പ്രസംഗിക്കുന്ന സമയത്ത് പ്രസംഗം തുടങ്ങുന്നത് മുതൽ അവസാനം വരെ അതേ വിഷയത്തെക്കുറിച്ച് തന്നെ സംസാരിക്കുക. വല്ലാത്ത തിടുക്കത്തിലും പറയുന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് തന്നെ ധാരണയില്ലാത്ത രീതിയിലും സംസാരിക്കരുത്. പ്രസംഗം പ്രസംഗിച്ച് തന്നെ പഠിക്കണം. സ്വിമ്മിംഗ്, ഡ്രൈവിംഗ് ഇതൊന്നും ഒരു ബുക്ക് വായിച്ചോ ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോസ് കണ്ടതുകൊണ്ടോ ഒന്നും പഠിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. നിരന്തരമായ പരിശീലനത്തിലൂടെ മാത്രമേ ഇതൊക്കെ സാധിക്കൂ. ഇപ്പോൾ നമ്മൾ സ്വിമ്മിംഗ് പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ വെള്ളത്തിൽ മുങ്ങിപ്പോകാം, മൂക്കിലൂടെ വെള്ളം കയറിയെന്ന് വരാം, ശ്വാസം കിട്ടാതെയാകാം. അതുപോലെ തന്നെ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ചെറിയ മുട്ടലും തട്ടലും ഒക്കെ ഉണ്ടാവും. അതിനൊക്കെ തരണം ചെയ്താണ് നമ്മൾ അതൊക്കെ പഠിക്കുന്നത്. എന്തിന് അധികം പറയുന്നു, ഒരു കുട്ടി എത്രയോ പ്രാവശ്യം വീണിട്ടാണ് നടക്കാൻ പഠിക്കുന്നത്. അതുപോലെ തന്നെ ചെറിയ ചെറിയ സ്റ്റേജിൽ കയറി നിന്ന് പ്രസംഗിച്ച് എന്തായാലും മിസ്റ്റേക്കുകൾ സംഭവിക്കും. തെറ്റുകൾ കൂടാതെ പ്രസംഗിച്ച് നല്ലൊരു പ്രാസംഗികയോ ആവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.